ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. സൗരവശരണം ഗുരുവാണി. ഒരു സന്യാസിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യ. എല്ലാവരും ജ്ഞാനിയായിട്ടങ്ങ് വളർന്നെത്തിയവരല്ല. പക്ഷേ ഓരോരുത്തരുടെയും അറിവിനൊത്ത് വളർന്നാൽ നമുക്കവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതാണ് അതിൻ്റെ സത്യം. അവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം കുത്തിയിരുന്നാൽ അവരെങ്ങനെ തെറ്റ് തിരുത്തും? അവരുടെ തെറ്റ് അവർ തന്നെ തിരുത്തിക്കൊള്ളട്ടെ. അങ്ങനെയല്ലാതെ ലോകത്തിൻ്റെ തെറ്റ് തിരുത്തപ്പെടുകയില്ല. സൗരവശരണം. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ടും അഭിവന്ദ്യ ശിഷ്യപൂജിതയെ സ്മരിച്ചുകൊണ്ടും സർവാദരണീയരും സമാദരണീയരുമായ സന്യാസി സന്യാസിനിമാരെ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാരെ, സ്നേഹം നിറഞ്ഞ ആത്മബന്ധുക്കളെ, സാദര പ്രണാമം. ഇന്നത്തെ സത്സംഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സമാദരണീയ ഡോക്ടർ ഗുരുനന്ദ് ജ്ഞാനതപസ്വിയെ, ഹെഡ് കോർഡിനേഷൻ സെൻറ്റിനറി സെലിബ്രേഷൻസ്, ഈ വേദിയിലേക്ക് ആദരപൂർവം ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഗുരുവുമായുള്ള അനുഭവം പങ്കുവയ്ക്കുന്ന ഡോക്ടർ ശ്യാം പ്രസാദ് KN, പേറ്റൺ ഹെൽത്ത് കെയർ അഡ്വൈസറി കമ്മിറ്റി, ശാന്തിഗിരി ആശ്രം, സാറിന് ആദരപൂർവം ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ രാജീവ് V, സീനിയർ കോർഡിനേറ്റർ, വിശ്വ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രം, തിരുവനന്തപുരം റൂറൽ ഏരിയ കമ്മിറ്റി, അദ്ദേഹത്തിനും ആദരപൂർവം ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സർവാദരണീയരും സമാദരണീയരുമായ സന്യാസി സന്യാസിനിമാർക്കും ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാർക്കും പ്രിയപ്പെട്ട ആത്മബന്ധുക്കൾക്കും ആദരപൂർവം ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പരമകാരുണികനായ ഗുരുവിൻ്റെ തൃപ്പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ടും അഭിവന്ദ്യ ശിഷ്യപൂജിതയെ സ്മരിച്ചുകൊണ്ടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സർവാദരണീയരും ആദരണീയരും സമാദരണീയരുമായിരിക്കുന്ന സന്യാസി സന്യാസിനിമാരെ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാരെ, പ്രിയപ്പെട്ട ആത്മബന്ധുക്കളെ, ഇവർക്കും സാദര പ്രണാമം. അനുഭവത്തോടൊപ്പം തന്നെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്തു മനസ്സിലാക്കി എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ കാര്യത്തെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സന്യാസം എന്ന് പറയുമ്പോൾ സമ്യക്കായി നസിക്കുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. സമ്യക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമചിത്തതയോടെ, അതിനോട് സംയമത്തോടെ നമുക്ക് പലതും ഉപേക്ഷിക്കുവാനുണ്ട്. സാധാരണ പറയുന്നത് ആഡംബരമായ ജീവിതം, ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ആത്മചൈതന്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അതിനു മുൻപ് 5 വാതിലുകൾ നമുക്ക് തുറക്കാനുണ്ട്, അല്ലെങ്കിൽ 5 കോശങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാനുണ്ട്. നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചകോശങ്ങളാണ്. ഈ 5 കോശങ്ങളെയും നമുക്ക് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ആത്മാവെന്ന തലത്തിലേക്ക്, ആത്മജ്ഞാനം എന്ന വഴിയിലേക്ക് നമ്മൾ വളരുന്നുള്ളൂ. ഈ ഓരോ കോശങ്ങളെയും നമുക്ക് സമ്യക്കായി ഉപേക്ഷിക്കുവാനുണ്ട്. ആ ഉപേക്ഷിക്കാനുള്ള അറിവ് നമുക്ക് നേടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗുരുവിനെ വേണം. പറഞ്ഞിട്ടുള്ളത് പറ്ററ്റവനെ പറ്റണം എന്നാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നനഞ്ഞ കാലുമായിട്ട് മണ്ണിലൂടെ നടക്കുമ്പോൾ മണൽത്തരി ഒട്ടിപ്പിടിക്കുന്നത് പോലെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ ഒരു ഭാഗം നമ്മളോട് ഒട്ടി നിൽക്കുന്നുണ്ട്. ആ പറ്റൽ ഇല്ലാത്തവനെ പറ്റിയെങ്കിലും മാത്രമേ നമുക്ക് നമ്മുടെ കർമ്മഗതിയെ അഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ കർമ്മഗതികളെ അഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ
ആത്മചൈതന്യത്തിൻ്റെ വഴിയിലേക്ക് വളർന്നെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടുന്നത് ഈ 5 കോശങ്ങളെയാണ്. ശരിക്കും ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും. ഉൽപ്പന്നമാം ഉടൽ വെടിഞ്ഞു ദേഹി വീണ്ടും, ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ എന്നാണ് കുമാരനാശാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉൽപ്പന്നമായത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരം നശിച്ചാലും അണുക്കൾ നിൽക്കും. നമ്മുടെ സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരമുണ്ടാകും, അതുപോലെ കാരണ ശരീരമുണ്ടാകും. നമ്മുടെ അന്നമയ കോശമാണ് നമ്മുടെ സ്ഥൂല ശരീരം, നമ്മുടെ പ്രാണമയ കോശം, മനോമയ കോശം, ജ്ഞാനമയ കോശം. ഇത് 3 ചേരുന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. നമ്മുടെ കാരണ ശരീരമാണ് നമ്മുടെ ആനന്ദമയ കോശം. ഈ 5 കോശങ്ങൾ കടന്നാലാണ് നമ്മൾ ആത്മാവിലേക്ക് എത്തിച്ചേരുന്നത്. അതിലെ ആദ്യത്തെ കോശമായ ശരീരം. ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഗുരുവിൻ്റെ അടുത്ത് ഞാൻ 95-96 കാലഘട്ടത്തിലാണ് വരുന്നത്. വന്ന കാലത്ത് അടുപ്പിച്ച് തന്നെ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഒരിക്കൽ ഒരു 96 ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ സമർപ്പണങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ റാവുമാമൻ്റെ കയ്യാളായിട്ട് നിന്ന് അവിടുത്തെ സമർപ്പണം വരുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ ഓർമ്മ വന്നാൽ ഇവിടെ നമുക്ക് ആ ഓല മതിലുണ്ടായിരുന്നു ഗുരുവിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഇപ്പുറത്ത് നമ്മുടെ ഓഫീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ നടന്നു വരുന്നത്. അപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് ജ്യോതിർമയ സ്വാമി അവിടെ എല്ലാം നോക്കിയപ്പോൾ അവിടെ റാവുമാമനും അല്ലാതെ വേറെ ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നെ കൈയായിട്ട് വിളിച്ചിട്ട് കൂടെ അകത്തേക്ക് എൻ്റെ തോളത്ത് ഇങ്ങനെ കൈയും വെച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആ ഗുരുവിൻ്റെ റൂമിൻ്റെ ഈ സൈഡിലായിട്ട് ഗുരു കസേരയിട്ടിരിക്കുന്നു. നമ്മുടെ സ്വാമിമാരെല്ലാം, അന്നത്തെ കൂടെ നിൽക്കുന്ന സ്വാമിമാരും മറ്റ് ആത്മബന്ധുക്കളും ഒക്കെ കൂടെയുണ്ട്. എന്നിട്ട് ഞാൻ ആകെ പേടിച്ചു പോയി എല്ലാവരെയും കൂടെ ഒന്നിച്ച് കണ്ടപ്പോൾ. എന്നെ ഗുരുവിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ജ്യോതിർമയ സ്വാമി പറഞ്ഞു, ഇവൻ ഗുരുവിനെ സെക്യൂരിറ്റി നിന്നുകൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിനെ ആദ്യമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് ഞാനൊന്ന് ചെല്ലുന്ന സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ഗുരു എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊന്ന് പൊട്ടിട്ട് തന്നു. അപ്പം ഞാൻ പേടിച്ച് കണ്ണടച്ചു പിടിച്ചു. അപ്പോൾ കൂടെ നിന്ന ഒരു ആത്മബന്ധു പറഞ്ഞു, ഗുരു പൊട്ടിട്ട് തരുമ്പോൾ കണ്ണടച്ചു പിടിക്കരുത്, ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എന്നിട്ട് ഗുരു എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ഞാൻ പറയാതെ ഒരാളെയും നീ ഇതിനകത്ത് കയറ്റരുത്. ഇവിടെ നിൽക്കുന്ന അവരെല്ലാവരും പ്രമുഖരായ പല വ്യക്തികളും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഓരോരുത്തരെയും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട് വിളിച്ചുകൊണ്ട് വരും. പക്ഷേ ഞാൻ പറയാതെ നീ ഒരാളെയും ഇതിനകത്ത് കയറ്റരുത് എന്ന് പറഞ്ഞു. ആ വാക്ക് അന്വർത്ഥമാകുന്ന ചില സന്ദർഭങ്ങൾ ആ സമയത്തുണ്ടായി. അന്ന് ഞാൻ വളരെ ചെറിയൊരു പയ്യനാണ്. എങ്കിലും ആ പറഞ്ഞ വാക്കിനോട് അത് പ്രവർത്തിക്കേണ്ടെന്നൊരു സന്ദർഭവും യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉണ്ടായി. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് സെക്യൂരിറ്റി നിൽക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ നിന്ന് തുടങ്ങാൻ എല്ലാ തിങ്കളാഴ്ച രാത്രികളിലും ഗുരുവിൻ്റെ അടുത്ത് സെക്യൂരിറ്റി നിൽക്കാനുള്ള സ്ഥിരം ചുമതല ഉണ്ടായി. അങ്ങനെ വന്ന ഒരു സമയത്ത് ഗുരു എന്നെ അകത്തേക്ക് വിളിച്ചു, പങ്ക് തരാനായിട്ട് വിളിച്ചു. എന്നിട്ട് ഗുരു പങ്ക് തരുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞു, കൊച്ചേ, നിൻ്റെ ജീവൻ്റെ ഒരു കാര്യമുണ്ട്, അത് നീ അമൃതയോട് പറഞ്ഞ് തിരുത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ജെന്നി ഇരിക്കുന്ന ആ സ്ഥലത്ത് അന്ന് നമ്മുടെ പഴയ സ്കൂളിൻ്റെ കെട്ടിടമാണ്. അപ്പോൾ അവിടെ ജെന്നി മിക്കവാറും അവിടെയാണ്, തറയിലാണ് പലപ്പോഴും ഇരിക്കാറുള്ളത്. ഈ സമയത്ത് ജെന്നി അവിടെ കാണും. അപ്പോൾ ജെന്നി അടുത്ത് പോയി കണ്ട് ചോദിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഗുരു ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചേ, അതിപ്പോഴല്ല, പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, പറ്ററ്റവനെ പറ്റണമെന്ന് പറഞ്ഞു. ആ പറ്ററ്റു പോകണമെങ്കിൽ എന്ത് വേണം? ജീവനിൽ കർമ്മഗതി പിടിക്കാതെ എങ്ങനെ ജീവിതത്തെ കൊണ്ടുപോകണം എന്നറിയുന്ന ഒരാൾക്കേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഗുരു എൻ്റെ ജീവൻ്റെ തിരുത്തിനായിട്ട്, എൻ്റെ ജീവൻ്റെ
പഞ്ചകോശങ്ങളിലും ഇരിക്കുന്ന കർമ്മത്തിനും കർമ്മഗതിക്കുമെല്ലാം തിരുത്തിനായിട്ട് ഗുരു നേരിട്ട് പറഞ്ഞു തന്ന ആളാണ് ശിഷ്യപൂജിത. നമുക്ക് അങ്ങനെ ഒരു ഗുരുവിൻ്റെ മക്കളായിട്ട് ശിഷ്യന്മാരായിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ലോകത്ത് എത്ര പേർക്ക് ഇതുപോലെ ഒരു ഗുരുവിനെ കിട്ടാനും ആ ഗുരു പരമ്പരയുടെ ഭാഗമായി അങ്ങനെ ഒരു അറിവ് നിലനിന്ന് കിട്ടാനും അതിനോട് ചേർന്ന് ജീവിക്കാനും സാധിക്കുന്നു. അപ്പോൾ ഈ കോശങ്ങളിലെല്ലാമുള്ള കർമ്മങ്ങളെ കാണുവാനും അതിനെ തിരുത്തുവാനുമുള്ള വഴി നമുക്ക് ഗുരുവിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ഗുരു പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യം മറന്നുപോയി. പിന്നെ അതെൻ്റെ മനസ്സിൽ നിന്ന് പോയി. സന്യാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പം ഞാൻ ജെന്നിയോട് ഒരു ദിവസം പറഞ്ഞപ്പോൾ എന്നെ നോക്കി ചിരിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം അതുവരേക്കുമുള്ള എൻ്റെ ജീവിതത്തിൽ ശിഷ്യപൂജിത എന്നെ പറയാതെ തന്നെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ വർഷങ്ങളായി പരിചയമുള്ള പലർക്കും ആ കാര്യത്തെക്കുറിച്ചും ഒരു പക്ഷേ ബോധ്യമുണ്ടാവാം. അപ്പോൾ ഞാൻ ഓരോരോ കോശങ്ങളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം. ആദ്യത്തെ നമ്മുടെ അന്നമയ കോശമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉൽപ്പന്നമാവുന്നത് കൊണ്ടാണ് ശരീരം നമ്മുടെ അന്നമയ കോശം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ കർമ്മഗതി എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങളാണ്. ശരീരത്തിൻ്റെ കർമ്മഗതിയായി നമുക്ക് വരുന്നത് രോഗങ്ങളാണ്. പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ആവശ്യത്തിലധികം ദുരുപയോഗം ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയെ അസാത്മേന്ദ്രിയ സംയോഗം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങളെ കർമ്മജങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. കാര്യം നമ്മൾ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ രോഗങ്ങൾ. അപ്പോൾ ഇത് മാറണമെങ്കിൽ ചിലതിന് മരുന്ന് കഴിച്ചാൽ മാറും, ചിലത് മരുന്ന് കഴിച്ചാൽ മാറില്ല. എല്ലാ അസുഖങ്ങളും മാറാനുള്ളതല്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 2000 സ്കൂളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഒരു ദിവസം കുട്ടികളുമായിട്ട് ശിശുപൂജിതനെ വന്ന് കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ജെന്നി എൻ്റെ അടുത്ത് ചോദിച്ചു, കൊച്ചേ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ജെന്നി വീണ്ടും എൻ്റെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് വീണ്ടും ചോദിച്ചു, നിനക്ക് സുഖമാണോ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു വയറ്റിലൊരു തിക്കൽ എനിക്ക് കുറച്ച് നാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 41 ദിവസം കീഴാനെല്ല് പാലിലരച്ച് കുടിക്കണം. നീ അത് പറിച്ച് ലതികാമ്മയുടെ കയ്യിൽ, നമ്മുടെ ഗുരുമിത്രൻ സ്വാമിയുടെ അമ്മയുടെ കയ്യിൽ അത് കൊണ്ടുവന്ന് കൊടുക്കണം, അമ്മ നിനക്ക് അരച്ച് തന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ 41 ദിവസം ഞാൻ അത് പാലിലരച്ച് കുടിച്ചു. അന്ന് എന്തിനാണ് ഈ കീഴാനെല്ലിയെന്നോ അതിൻ്റെ മരുന്നിൻ്റെ ഗുണം എന്താണെന്നോ ഒന്നും എനിക്ക് അറിയുമായിരുന്നില്ല. കുറേ നാളിന് ശേഷം സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടായ സമയത്ത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത സമയത്താണ് എനിക്ക് ഫാറ്റി ലിവർ എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് അറിയുന്നത്. അപ്പോൾ ഞാൻ പോലും തിരിച്ചറിയുന്നതിന് മുൻപ് എൻ്റെ ശരീരത്തിൻ്റെ ആ അവസ്ഥയെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന തിരുത്ത് ജെന്നി എനിക്ക് പറഞ്ഞു തന്നു. കോവിഡ് കാലത്ത് റൂമിനകത്ത് അടച്ചിരുന്ന് ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒരു 2-3 മാസം അങ്ങനെ കടന്നുപോയപ്പോൾ ഈ പ്രശ്നം വീണ്ടും കൂടി. അപ്പോൾ തന്നെ വീണ്ടും ഗുരുദർശനം തുടങ്ങിയ സമയത്ത് ജെന്നി എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എന്നെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചിട്ടയിലും ക്രമത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തി, ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തി. അത് 3rd സ്റ്റേജ് എത്തിയ ആ കാര്യത്തെ ഞാൻ മാറ്റിയെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന കർമ്മഗതി എന്താണെന്ന് നമ്മൾ പോലും അറിയാതെ നമുക്ക് കാണാനും പറഞ്ഞു തരാനുമുള്ള വഴി ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും എൻ്റെ സ്റ്റോണിൻ്റെ പ്രശ്നം പറഞ്ഞു. ഈ സ്റ്റോണിൻ്റെ കാര്യം പലപ്പോഴും അത് ബുദ്ധിമുട്ടായിട്ട് ഒരിക്കൽ ഗോകുലം ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അപ്പോൾ അവിടെ നമ്മുടെ സ്മിത ഡോക്ടറുണ്ട്. ഡോക്ടറിനടുത്ത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ജീവന് തന്നെ അപകടത്തിലാവുമെന്ന് പറഞ്ഞപ്പോൾ ജെന്നിയെടുത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്ന സമയത്ത് ചോദിച്ചു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കൊച്ചേ. ഞാൻ പറഞ്ഞു വേണ്ട എണ്ണി, ഞാനത് കുഴപ്പമില്ല, അത് ജെന്നി പറയുന്ന മരുന്ന് കഴിച്ച് ഞാൻ അത് പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ജെന്നി പെട്ടെന്ന് മുഖത്ത് നോക്കി ചിരിച്ചു. ഞാൻ പറയുന്നത് ഈ രോഗങ്ങളെല്ലാം നമുക്ക് മാറ്റാനുള്ളതല്ല. എനിക്കറിയാം അതെൻ്റെ കർമ്മഗതിയിൽപ്പെട്ട ഒരു രോഗമാണ് എന്ന്.
ഇടയ്ക്ക് മനുജസ്വാമിക്ക് ഇതേ അസുഖം വന്നു. അപ്പോൾ പിറ്റേന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അനുവാദം തന്നില്ല. കാരണം ആ വേദനയുമായി താതാത്മ്യപ്പെട്ട് അതിനെ കടന്നു പോവുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. നമുക്ക് വരുന്ന രോഗങ്ങൾ എന്ന അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ചെയ്തു നേടിയ അവകാശങ്ങളാണ്. ആരോട് പരാതി പറയാൻ? അപ്പോൾ അതിനെ സമ്യക്കായി നിരസിക്കണം, ഉപേക്ഷിക്കണം. ആ രോഗാവസ്ഥ നമ്മുടെ മനസ്സിനെ ബാധിക്കാനോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിനെ ബാധിക്കാനോ കർമ്മത്തെ ബാധിക്കാനോ അനുവദിക്കരുത്. പകരം അതിനെ സമചിത്തതയോടെ ഇളകിപ്പോകാത്ത മനസ്സോടുകൂടി കടന്നു പോയെങ്കിൽ മാത്രമേ അത് കർമ്മഗതിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഒരു കഥ ഉണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് വയറ്റുവേദന ഉണ്ടായിരുന്നു. കണ്ണനെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് എന്നും ഈ വയറുവേദനയെക്കുറിച്ച് അദ്ദേഹം പറയും. പക്ഷേ കണ്ണൻ ചിരിക്കത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മരുന്നും പറഞ്ഞിട്ടില്ല, എന്ത് ചെയ്യണമെന്നൊന്നും പറയില്ല. അത് പറയുമ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ കണ്ണൻ ചിരിക്കുന്നതിന് പകരം അന്ന് മേൽപ്പത്തൂർ അങ്ങോട്ട് ചിരിച്ചു. അപ്പോൾ ചോദിച്ചു, എന്ത് ചിരിക്കുന്നേ? അപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വയറ്റുവേദന മാറ്റി തന്നില്ല. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ദേവിയെ പ്രാർത്ഥിച്ചാൽ മതി, ദേവിയോട് പറഞ്ഞാൽ മതി, മാറ്റിത്തരും. അങ്ങനെ ദേവിയെ ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ വയറ്റുവേദന മാറി. ഇത്രയും നാൾ എനിക്ക് മാറ്റി തന്നില്ലല്ലോ. അപ്പോൾ കണ്ണൻ ചിരിച്ചു. അപ്പം ചോദിച്ചു, എന്തിനാണ് ഇപ്പം ചിരിക്കുന്നത്? ഈ വയറുവേദന ഈ ജന്മം അങ്ങ് അനുഭവിച്ചിരുന്നെങ്കിൽ അത് അതോടുകൂടി തീർന്നേനെ. ഇനിയും 3 ജന്മങ്ങൾ ഈ വേദന അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് കണ്ണൻ മറുപടി പറഞ്ഞു. അപ്പോൾ നമുക്ക് വരുന്ന പല രോഗങ്ങളും നമുക്കൊരു ഗുരുവിനോടൊപ്പം ജീവിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കി കടന്നു പോകാനുള്ള വഴിയുണ്ടാവണം. അല്ലാതെ അതിനോട് മല്ലടിക്കാനും പോരടിക്കാനും നിൽക്കരുത്. പകരം സമ്യക്കായി അതിനെ കടന്നു പോകണം, നമ്മുടെ മനസ്സിൻ്റെ ഒതുക്കത്തോടുകൂടി. കാര്യം അതോടുകൂടി നമുക്കതിനെ തീർത്തു പോകാൻ സാധിക്കും. രോഗങ്ങൾ വരുമ്പോൾ രോഗം മാറുന്നതിനെക്കുറിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്, പകരം ആ രോഗം മാറാനുള്ള അല്ലെങ്കിൽ രോഗം കടന്നു പോകാനുള്ള കരുത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കണം. എന്ത് കർമ്മഗതി കൊണ്ടാണോ നമുക്ക് ആ രോഗങ്ങൾ വന്നിരിക്കുന്നത് അത് മാറിപ്പോകാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അടുത്തത് പ്രാണമയ കോശം. ഈ പ്രാണമയ കോശം എന്ന് പറയുന്നതിലാണ് നമ്മുടെ കർമ്മശേഷിത്വം അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജനില അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ കാലഘട്ടമുണ്ട് എന്നതും തീരുമാനിക്കപ്പെടുത്തിരിക്കുന്നത്. ഇത് ഒരു രഹസ്യമായതുകൊണ്ട് ഒരിക്കലും ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അതനുസരിച്ച് യോഗ്യതപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഗുരുവിൻ്റെ ഇടപെടലുണ്ടാവുകയും നമ്മുടെ ജീവിതത്തെ തിരുത്തി തരികയും ചെയ്യും. കടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെ അളിയൻ്റെ ഒരു രോഗാവസ്ഥയാണ്. അദ്ദേഹം മൗത്ത് ക്യാൻസർ വന്നിട്ട് മരണപ്പെട്ടു. പക്ഷേ ഈ രോഗം വന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ രോഗത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അളിയനിങ്ങനെ വിഷമിക്കുന്ന കണ്ടപ്പോൾ അമ്മ ഗുരുവിനോട് പറഞ്ഞു, ശിശുഭുവിനടുത്ത് പറഞ്ഞു. അപ്പോഴൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. പക്ഷേ ഒരിക്കലും അമ്മ വളരെ വിഷമിച്ച് അളിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ജെന്നി പറഞ്ഞു, അത് ഇന്ന അസുഖമാണ്, ഇന്നതുപോലെ ക്യാൻസർ ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഒരു വാക്കുകൂടി ജെന്നി അമ്മയോടല്ല പറഞ്ഞത്, മറ്റൊരാളോട് പറഞ്ഞു. ആ അണ്ണൻ സഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കുന്നില്ല എന്ന് എൻ്റെ അളിയൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് പറയുകയുണ്ടായി. അത്രയ്ക്ക് അദ്ദേഹം ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോൾ ഒരിക്കൽ ഞാൻ പലപ്പോഴും ഗുരുവിനോട് ഈ അളിയൻ്റെ അസുഖത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കും. പക്ഷേ അപ്പോഴൊക്കെ ഗുരു അത് കേൾക്കത്തില്ല. എൻ്റെ അടുത്ത് വിഷയം മാറ്റി വേറെന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കും. ഇവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ വീട് വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തിരിച്ച് ചോദിക്കും. അല്ലാതെ ഒരിക്കലും പ്രോപ്പറായിട്ടൊരു മറുപടി ഗുരു അതിന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റിയായി നിൽക്കാനുള്ള ഒരു അനുവാദം ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ദുരുപയോഗം ചെയ്തു അതിനെ. അളിയൻ്റെ കൊച്ചു മോള്, ആ മോളുടെ കൈയും പിടിച്ച് ഞാൻ ഇന്ന് കുടിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് ചുറ്റും വെറുതെ ഓലയും വെച്ച് മേളിലൊരു ചെറിയ ടാർപ്പാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരു അവിടെ കിടക്കും. ആ സമയത്ത് ഒരു സമയത്ത് വേറെ ആരും കാണത്തില്ല, ഞാൻ മാത്രമേ ആ സമയത്ത് അവിടെ കാണുകയുള്ളൂ. ഈ സമയത്ത് ഞാൻ ആ മോളുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു. ഗുരു ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. നമ്മളെക്കാട്ടിയും വലിയ കള്ളനാണല്ലോ ഗുരു. ഇങ്ങോട്ട് നോക്കി കിടന്ന ഗുരു അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു.
ഞാനൊരു അരമണിക്കൂർ അവിടെ നിന്നിട്ടും ഗുരു ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ വളരെ വിഷമിച്ച് കരഞ്ഞ് ഗുരുവിനോട് അളിയൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഗുരു ഒരു മറുപടി പറഞ്ഞു, കൊച്ചേ, അവർക്ക് അസുഖം മാറണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ആശയത്തോട് അവർക്ക് സ്നേഹമോ ബഹുമാനമോ ഇല്ല. അങ്ങനെയാകുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കുഞ്ഞേ. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആയാൽ ഗുരുവിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഗുരു തന്നെ എന്നോട് പറഞ്ഞ ഒരു വാക്ക്. അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ അതോ ഒരു പൊതു നിയമമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഗുരു പറഞ്ഞ ഗുരുവാണി എന്ന് പറയുന്നത്, ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ദുഃഖിച്ചുണ്ടാകുന്ന ഭക്തിയല്ല എന്ന്. അപ്പം നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഭക്തി ഒരിക്കലും എന്തല്ല, ഭക്തിയല്ല. പകരം നമുക്ക് വേണ്ടുന്നത് ഈ ആശയം എന്താണ്, ഈ ആശയത്തിൻ്റെ വലിപ്പം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഗുരു വന്നിരിക്കുന്നത്, ഈ വലിപ്പത്തിൽ നമ്മുടെ ഉള്ളിൽ ചിന്ത ഉണ്ടാവണം. അതിനുവേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതം കൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യം മാത്രം നോക്കി ചെയ്താൽ മതി. ബാക്കിയെല്ലാം വരാനുള്ളതൊക്കെ എൻ്റെ കൂട്ടത്തിൽ അങ്ങ് വന്നോളും. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മനോമയ കോശമാണ്. മനോമയ കോശമാണ് അടുത്ത കോശം. ഏറ്റവും അധികം ഗുരു ആരാധന കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മളോട് സംസാരിച്ചിരിക്കുന്നതും മനസ്സിനെക്കുറിച്ചാണ്, അത് സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. മനോഹരമായൊരു കഥ ഇതിനു വേണ്ടി ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സന്യാസിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തൻ്റെ സന്യാസവും ബ്രഹ്മചര്യവും എല്ലാം സൂക്ഷിച്ച് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു. അല്പം അബദ്ധമായി സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ഈർഷ്യയുണ്ടായിരുന്നു അവരോട്. കാണുന്നവരോടൊക്കെ അവരെ ദുഷിച്ചു പറയും. തൻ്റെ ഉള്ളിൽ തന്നെ അവരെക്കുറിച്ച് ദുഷിച്ച ചിന്തയുണ്ടാവും. അവരെക്കുറിച്ച് വേറെ തരത്തിലുള്ള ചിന്തയല്ല, ഇങ്ങനെയാണല്ലോ എനിക്കെന്നും ഇത് കാണേണ്ടി വരുന്നല്ലോ എന്നൊക്കെയുള്ള മനസ്സിലെ ഈർഷ്യ അവരോടുണ്ടായി. കാണുന്നവരോടൊക്കെ അത് പറയുകയും ചെയ്യും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നതും താൻ സന്യാസത്തിൽ താഴേക്ക് പോകുന്നതും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ഗുരുവിനടുത്തെ സമീപിച്ച് തൻ്റെ ഈ വിഷമത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ചും അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ ഗുരു അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു തന്നതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ച സമയത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ ഒരു വാക്ക്, ആ ഗുരു പറഞ്ഞതായി നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, അത് ശരിക്കും ഗുരുവാണി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിരോധം അഭിചാരമാണ്. വിരോധം അഭിചാരമാണ്. ആ അഭിചാരമാണ്, ആ വിരോധമാണ് നിൻ്റെ ജീവിതത്തെ തകർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സ്, വാക്ക്, ചിന്ത, പ്രവൃത്തി ഇത് പരിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിൽ നിന്നാണ് അതേപോലെ ഇപ്പുറത്തൊരു കാര്യമുണ്ട്. ആ സ്ത്രീ അവർക്ക് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നല്ലോ എന്നോർത്ത് നിത്യം പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരൻ അവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പശ്ചാത്തപിക്കുന്നവനോട് ഈശ്വരന് ക്ഷമയുണ്ടാകും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. നമ്മുടെ ആശ്രമോദ്ദേശം പറഞ്ഞിരിക്കുന്നതൊന്നും ഭൗതികമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. ദൈനംദിനമുള്ള നമ്മുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? ഭക്തന് ആദ്യമുണ്ടാകേണ്ടുന്ന ഗുണം ശ്രദ്ധയാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടുന്നത്? നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, ഈ 3 കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. വഴിയിൽ കിടക്കുന്ന ചവറ് പോലെയുള്ള ചിന്ത മനസ്സിൽ കിടക്കാൻ അനുവദിക്കരുത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മനസ്സാകുന്ന ഗോഡൗണിൽ പലതും നിറച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും ചീത്തയാവാതെ സൂക്ഷിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ആശ്രമത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ അനുഭവം ഇതുപോലൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ കൊണ്ടും എൻ്റെ മനസ്സൊട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല. അങ്ങേയറ്റം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ശീലം, ചിന്തകളുടെ ഒരു ശീലം ഞാൻ മനസ്സിലുണ്ടാക്കിയെടുത്തിരുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് ശിഷ്യപൂജിത എന്നെയടുത്ത് എനിക്ക് വലിയ അടുപ്പമില്ല. ഗുരുവിൻ്റെ അടുത്തും വന്നു തുടങ്ങിയ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഗുരു ശിഷ്യപൂജിത എന്നെടുത്ത് പറഞ്ഞിട്ട് എന്നോടത്ത് അത്രയും അടുപ്പമാവാത്തത് കൊണ്ട് അമ്മയുമായി സംതൃപ്ത ജന്യയ്ക്കൊരു അടുപ്പമുള്ളത് കൊണ്ട് സംതൃപ്ത ജന്യോട് ഇക്കാര്യം പറഞ്ഞിട്ട് എന്നെ കൊടുത്ത് പറയിപ്പിച്ചു.
ഇപ്പോഴത്തെ നിൻ്റെ മനസ്സിൻ്റെ നില മാറ്റിയില്ലെങ്കിൽ നിനക്ക് വലിയ അപകടമുണ്ടാകും എന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് ചിന്തയാണുള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ ലോകത്താരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ മനോമയ കോശം എന്താണ് എന്ന് കണ്ട് അതിൻ്റെ കർമ്മഗതി എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ പരിണിതഫലം എന്ന് കണ്ടിട്ട് അതിനെ തിരുത്താൻ വേണ്ടുന്ന കാര്യം ഗുരു പറഞ്ഞു തരികയാണ്. ഞാൻ കാലങ്ങളെടുത്തിട്ടാണ് ആ സ്വഭാവത്തിൽ നിന്ന് മാറിയത്. പക്ഷേ ജെന്നി പല സന്ദർഭങ്ങളിലും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുണമാകുമെന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. കാര്യം നമുക്കെല്ലാം വികൃതി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെയൊക്കെ കൂടപ്പുറപ്പാണ്. ആ വികൃതികളുടെ ഭാഗമാണ് ഇതെല്ലാം. ജെന്നി ഒരിക്കൽ സന്യാസമൊക്കെ കിട്ടിയതിന് ശേഷം ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ അടുക്കടുക്കായിട്ട് 2-3 സന്ദർഭങ്ങളിലായി പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. എല്ലാം കൊച്ചു കൊച്ചു സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ജെന്നി പറഞ്ഞൊരു കാര്യം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പല പല തെറ്റായ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ വരാം. മനസ്സിൽ വന്നാലും കർമ്മത്തിൽ വരാതെ സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞു തന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു മനസ്സിലും വരാതെ സൂക്ഷിക്കണം എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരു പർട്ടിക്കുലർ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജെന്നി അത് മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നാൽ എന്ത് ചെയ്യണം? ഞാൻ മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ജെന്നി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു, അർപ്പണം കൊണ്ട് മാറ്റിയെടുക്കണം. എന്നിട്ടും എനിക്ക് പറ്റാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ഈ കോവിഡ് കാലം എത്തിയ സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അത് മാറി. അപ്പോൾ ശിശുപൂജിത എണ്ണി ഒരാളെ പറഞ്ഞു വിട്ട് എൻ്റെ അടുത്ത് സംസാരിപ്പിച്ചു. ഞാൻ വർഷങ്ങളായി മാറ്റാൻ കഴിയാത്ത ഒരു സ്വഭാവം, എൻ്റെ മനസ്സിൻ്റെ ഒരു സ്വഭാവം, അത് എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം, ആ സ്വഭാവം എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തിരിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ എന്തിരിക്കുന്നു, ഓരോന്നിലും ഇരിക്കുന്ന കാര്യങ്ങളെ ഇതുപോലെ കണ്ടറിഞ്ഞ് തിരുത്തി തരാൻ ലോകത്തെ ഏത് ഗുരുവിനാണ് സാധിക്കുക? ഞാൻ ഷിംലയിൽ ഗുരുരത്നസ്വാമിയോടൊപ്പം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയി. അവിടെ ഗുരുപരമ്പരയെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഗുരുക്കന്മാരെന്താണ്, അവിടെ ഇരുന്നവരെല്ലാവരും പറഞ്ഞത് പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നല്ല ഗുരുക്കന്മാരെന്നുള്ള നിലയിൽ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട്, ഇങ്ങനെ വിശദമായി പറഞ്ഞിട്ട് പറഞ്ഞു, പഞ്ചകോശങ്ങളിലും ഇരിക്കുന്ന മനുഷ്യൻ്റെ കർമ്മഗതി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ തിരുത്തി തരികയും ചെയ്യാൻ ഉള്ള ഗുരുവിനെ നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ജീവിതം കൊണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന എല്ലാവരും സന്യാസിമാരുൾപ്പെടെ പറഞ്ഞത് അങ്ങനൊരു ഗുരുവിനെ കിട്ടാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഗോപി സാറും ഉണ്ടായിരുന്നു, സ്വാമി നേരത്തെ പോയിരുന്നു, ഞാനും ഗോപി സാറും അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരു അനുഭവ പരിചയമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ്, അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാൻ നമുക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. ചിലരെല്ലാം ഗുരുവിനെ വന്ന് കാണാൻ ഉള്ള എങ്ങനെയാണ് ആ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും വരാനുള്ള മനസ്സും അവരൊക്കെ പറയുകയുണ്ടായി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകും. ആ അനുഭവങ്ങളെ മുൻനിർത്തി നമ്മൾ എന്തു പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നത് എന്ന ചിന്ത കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരോടുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു കഥ മാത്രമായി, ഒരു അനുഭവം മാത്രമായിട്ട് കടന്നു പോകും. കുട്ടികളോട് നമ്മൾ പറയുമ്പോഴും അവരത് കഥ പറയുന്നത് പോലെ മാത്രം കേട്ടുപോകും. അങ്ങനെ അല്ലാതിരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി പറയാൻ ശ്രമിച്ചത്. എത്രത്തോളം ഫലവത്തായി എന്നെനിക്കറിയില്ല, എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിന് അടിസ്ഥാനപരമായി നമ്മളിലിരിക്കുന്ന എല്ലാ കർമ്മഗതികളെയും മാറ്റിയെടുക്കുവാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യപൂജിതയും. ഈ ഭാഗ്യത്തെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റെടുക്കുവാനും നമ്മുടെ ഈ കർമ്മഗതികളെ രോഗമായിക്കൊള്ളട്ടെ, മനസ്സിൻ്റെ വാസനകളായിക്കൊള്ളട്ടെ, അതിൻ്റെ സംസ്കാരമായിക്കൊള്ളട്ടെ, നമ്മുടെ ആനന്ദമയ കോശത്തിലിരിക്കുന്ന കാര്യകാരണങ്ങളായിക്കൊള്ളട്ടെ, ഇതിനെല്ലാം തിരുത്തി മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചത്. അതിന് ഗുരുവോട്, ആ ഗുരു തന്ന ഈ ഭാഗ്യത്തിന്, ഈ ജീവിതത്തിന് എല്ലാം ഗുരുവിനോട് നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. എൻ്റെ ജീവിതം ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. മുഖ്യ പ്രഭാഷണം നടത്തിയ സ്വാമിക്ക് സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. അടുത്തതായി നമ്മളോട് അനുഭവം പങ്കുവച്ച് സംസാരിക്കുന്നതിനായി ശാന്തിഗിരി ആശ്രമം അഡ്വൈസറി കമ്മിറ്റി പേട്രൺ ഹെൽത്ത് കെയർ ഡോക്ടർ
ശ്യാം പ്രസാദ് KN അവരുടെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. സഗുരുവേശനം പരമകാരുണ്യവാനായ എൻ്റെ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നമസ്കരിക്കുന്നു. ഗുരുവിൻ്റെ വത്സല ശിഷ്യ അഭിബന്ധ ശിഷ്യപൂജിത ഗുരുവിനെ നമസ്കരിക്കുന്നു. ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ സമാദരണീയ സ്വാമി ഗുരുജ്ഞാന തപസി, മറ്റ് സർവാദരണീയരും സമാദരണീയരും ആദരണീയമായ സന്യാസിമാർ, ബ്രഹ്മചാരിണികൾ, ഏറ്റവും പ്രിയപ്പെട്ടവരും ബഹുമാന്യരുമായ ആത്മബന്ധുക്കൾ, വേദിയിരിക്കുന്ന മറ്റ് അതിഥികൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. സന്യാസ ദീക്ഷാവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ സത്സംഗത്തിൽ പങ്കെടുക്കാനും 2 വാക്ക് സംസാരിക്കാനും അവസരം കിട്ടിയത് ഗുരുവിൻ്റെ കാരുണ്യമായിട്ടും എൻ്റെ നിയോഗവുമായിട്ടും ഞാൻ കാണുന്നു. അതിനവസരം തന്ന എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സന്തോഷവും ആദ്യമേ അറിയിക്കട്ടെ. ആദരണീയ സ്വാമി ഒരുപാട് ഇൻഫോർമേറ്റീവായുള്ള കാര്യങ്ങൾ പറഞ്ഞു, പുതിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ ആധുനിക ലോകത്ത് മനുഷ്യൻ വളരെ സംസ്കാര സമ്പന്നനാണെന്ന് അഭിമാനിക്കാറുണ്ട്. പക്ഷേ ആ സമ്പന്നതയുടെ മറവിലുള്ളത് ജീവിതം ഒന്ന് മാത്രമാണെന്നും അത് ആനന്ദിക്കാനുള്ളതാണെന്നും രസിക്കാനുള്ളതാണെന്നും ഉള്ള ചിന്ത മാത്രം. എല്ലാ ദിവസവും എങ്ങനെ രസിക്കാം, എങ്ങനെ ആനന്ദിക്കാം, ഇനി വേറൊരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം കണ്ടുപിടിക്കുന്ന തത്രപ്പാടിലാണ്. അവിടെ ജീവൻ്റെ അറിവോ ഈശ്വര ചിന്തയോ മറ്റൊന്നും കടന്നു വരാറില്ല. അതിനെപ്പറ്റിയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എത്രയൊക്കെ ലോകം പിടിച്ചടക്കിയാലും എന്തൊക്കെ നേടിയാലും ആത്മാവ് കൈവിട്ടു പോയാൽ എന്ത് ഫലം എന്ന് ബൈബിളിൽ ചോദിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യമായി ആത്മാവിനെ പരിപാലിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ജീവൻ്റെ പുണ്യദിനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം. വേദപാരായണത്തിന് ഉപയോഗിക്കാനാണ് നമുക്ക് ജീവിതം തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ജീവൻ്റെ ഒരു മേന്മയ്ക്കായിട്ട് എന്ത് കർമ്മം ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലാക്കും? ജീവന് ഒരു ഹാനി വരുത്താൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? ഒരു ദുഷ്കർമ്മമോ ഒരു പാപമോ ചെയ്താൽ അത് ജീവൻ ഹാനിയാണ്. സ്വാമി പറഞ്ഞു കഴിഞ്ഞു, കർമ്മഗതിയിൽ കൊണ്ട് ജീവനെ ബാധിച്ചിട്ട് ജീവൻ താഴോട്ട് പോകും. പക്ഷേ ജീവനെ എങ്ങനെ ഉയർത്തി നമ്മുടെ ജീവിതം എങ്ങനെ സഫലമാക്കാം, അല്ലെ ജീവൻ്റെ പുണ്യദിനങ്ങൾ എങ്ങനെ നമുക്ക് മുതലാക്കിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മദാനമായി കിട്ടിയ ഈ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഗുരുവില്ലെങ്കിൽ ഒരു ജീവിതം ഘോര അന്ധകാരത്തിലൂടെ ഒരു ദിശാബോധമില്ലാതെ നടന്നലയുന്ന ഒരുവനെ പോലിരിക്കും. ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ജീവിതം, നിരർത്ഥകമായ ജീവിതം. പക്ഷേ നമുക്ക് ഭാഗ്യം കൊണ്ട് ബ്രഹ്മദാനമായ ഈ ആശയം ഗുരുമാർഗം കിട്ടിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള എളിയ പ്രാർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ സമർപ്പിക്കാനുള്ളത്. പിന്നെ എന്നോട് ഇവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ അതൊന്നും വലിയ ആത്മീയ ദർശനങ്ങളോ ആത്മീയ അനുഭവങ്ങളോ അല്ല. നിത്യജീവിതത്തിൽ ഒരു വിശ്വാസി ഗുരുവിൻ്റെ സ്നേഹവും കാരുണ്യവും കരുതലും മനസ്സിലാക്കുന്ന സംഭവങ്ങൾ. 1981 കാലഘട്ടത്തിലാണ് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്നോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ദേവീദേവ പദവിക്ക് മുകളിലുള്ള ബ്രഹ്മസ്വരൂപനായ ഒരു ഗുരു തിരുവനന്തപുരത്തിനടുത്ത് പോത്തൻകോടുണ്ട് എന്നോട് പറഞ്ഞു. 1 മണിക്കൂറിനകം എനിക്ക് ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കാൻ സാധിച്ചു. അതാണ് എൻ്റെ വിജയം, അതാണ് എൻ്റെ ഭാഗ്യം. 1 മണിക്കൂറേ എടുത്തോളൂ. ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, നേരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ വന്നു. പഴയ പഠനശാലയിൽ ആ ചെറിയ വിൻഡോയ്ക്കടുത്ത വലിയ കസേരയിൽ ഗുരു സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൂരെ ഒന്ന് കാണുന്നു. ഗുരുയ്ക്ക് കൈയാട്ടി വിളിച്ചു, അടുത്തോട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ഒരുപക്ഷെ എൻ്റെ മനസ്സിലെ ചിന്തകൾ അതിന് പ്രേരകമായിരിക്കാം. കാരണം കുഞ്ഞുനാൾ തൊട്ട് നിശബ്ദമായി എൻ്റെ മനസ്സിനെ അലട്ടുന്ന 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ആരോട് ചോദിക്കണമെന്നോ എങ്ങനെ മനസ്സിലാക്കണമെന്നോ എന്താണ് പ്രതിവിധിയെന്നോ എന്ന് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. കാരണം പ്രശ്നം വളരെ ലളിതമാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ആണുങ്ങൾക്ക് ആയുസ്സില്ല, ആയുസ് കുറവാണ് എന്നൊരു ധാരണ അച്ഛൻ്റെ കുടുംബത്തിലും നാട്ടുകാരിലും ഉണ്ട്. അത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ആണുങ്ങൾക്ക് ആയുസ്സില്ലാത്തതാണല്ലോ മോനെ എന്നിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ
എൻ്റെ അമ്മയുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരേ ഒരു മാമൻ 35-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അപ്പോൾ നോക്കുമ്പോൾ ആണുങ്ങളെല്ലാം പൊതുവെ നിഷ്പ്രഭമായിട്ട് അകാല ചരമം പ്രാപിച്ച ഒരു ഹിസ്റ്ററിയാണ് എൻ്റെ അമ്മയുടെ കുടുംബം. അതെൻ്റെ വല്ലാതെ അലട്ടി. കാരണം ഞാൻ ഒരാണായിട്ട് ജനിച്ച് വളർന്നതാണല്ലോ, അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത വളരെ നിശബ്ദമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പലപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങും അത് ആരുടെ ചോദിക്കണമെന്നോ എങ്ങനെ അതിൻ്റെ പ്രതിവിധി നേടണമെന്നോ സത്യമാണോ മിഥ്യയാണോ പ്രതിവിധി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇതാണ്, ഇവിടെ നിന്നാണ് എനിക്ക് ഉത്തരം കിട്ടാൻ പോകുന്നത് എന്ന്. അങ്ങനെയാണ് ഞാൻ 1 മണിക്കൂറിനകം ഗുരുവിൻ്റെ പാദപദ്മങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നത്. അതിനുശേഷമുള്ള ഈ കാലയളവിൽ ഞാൻ അധികം നീട്ടുന്നില്ല, 5 പ്രാവശ്യം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. ഈ 5 പ്രാവശ്യവും ഗുരുവിനെ ആ അവസ്ഥ കടത്തി വിട്ടു എന്നാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യത്തേത് ഏതാണ്ട് 84 കാലഘട്ടത്തിലാണ്. ഞാൻ സൗദി അറേബ്യയിൽ തായിഫിൽ ജോലി ചെയ്യുന്ന സമയം. അപ്പോൾ ആ ഒരു റംസാൻ കാലത്ത് 10 ദിവസം അവധിയുണ്ട്. അപ്പോൾ ഞാനും മറ്റ് ഡോക്ടേഴ്സായ 3 കൂട്ടുകാരും കൂടി ഒരു റെൻ്റേ കാർ എടുത്ത്, ഒരു പുതിയ കാറിന് വേണ്ടി റെൻ്റേ കാർ എടുത്തിട്ട് ഞങ്ങൾ റിയാദിലേക്ക് പോയി. ഏതാണ്ട് ഒരു 850,000 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ ചെന്ന് ഞങ്ങളുടെ മറ്റ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഹോളിഡേ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയം ഏതാണ്ട് മധ്യാഹ്ന സമയം. അപ്പോൾ ഞാൻ ആദ്യം കുറേ ഓടിച്ചിട്ട് എൻ്റെ സുഹൃത്തിന് ഓടിക്കാൻ പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മയങ്ങി. പുള്ളി അവന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ശ്യാം വണ്ടി കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി ഇങ്ങനെ ഇല്ല, വെള്ളത്തിൽ കൂടെ പോകുന്ന വള്ളം പോലെ ഇങ്ങനെ ഒഴയുകയാണ്. കണ്ണടച്ച് ഇരുന്നതിന് മുമ്പ് എതിരെ വന്ന വണ്ടി ഇടിക്കുമെന്ന് തോന്നി. ഗുരുവേ എന്ന് വിളിച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം ഞാൻ കാണുന്നത് എന്താണ്, നമ്മൾ സഞ്ചരിച്ച കാർ ഇങ്ങനെ 3-4 വട്ടം കറങ്ങുന്നതും ഏതോ വാഹനത്തിൽ പോയി ഇടിക്കുന്നതും റോഡിൻ്റെ സൈഡിലായിട്ട് വണ്ടി മറിയുന്നതുമാണ് കാണുന്നത്. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ 4 പേർക്കും ഒരു മുറിവും ഉണ്ടായിട്ടില്ല, ഒരു രോമത്തിന് പോലും ഒരു കുഴപ്പവുമില്ല. വണ്ടിയുടെ ബാക്കിലാണ് ഇടി കിട്ടിയത്. വണ്ടി ഇങ്ങനെ കറങ്ങി നിന്നതുകൊണ്ട് എതിരെ വന്ന വണ്ടി ഇടിച്ചത് വണ്ടിയുടെ ബാക്കിലായി. ബാക്ക് മൊത്തം പോയി, ആ ടയറ് പോയി, എല്ലാം. പക്ഷേ അകത്തോ വണ്ടിയുടെ ഫ്രണ്ടിനോ വണ്ടിക്കകത്തോ ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും മുറിവ് ആർക്കും വന്നില്ല. ഗുരുവിൻ്റെ കാരുണ്യമല്ലാതെ മറ്റെന്താണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തേത് അത് ഏതാണ്ടൊരു 85-86 കാലഘട്ടത്തിലാണ്. ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ മധുരയിലേക്ക് പോയിട്ട് നാഗർകോവിൽ വഴി തിരിച്ചു വരികയാണ്. ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ കാറിൽ. ഏതാണ്ട് തിരുനെൽവേലി അടുക്കുന്ന സമയത്ത് ഒരു വണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നി. അത് പെട്ടെന്ന് മുമ്പിൽ കയറും, പെട്ടെന്ന് ബാക്കി. ഇപ്പോൾ നോക്കിയപ്പോൾ അതൊരു പോലീസ് വാനാണ്. ഈ ടെമ്പോ ട്രാവലർ പോലുള്ള ഒരു പോലീസ് വാനാണ്. അകത്ത് കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞങ്ങളെന്താ ഇങ്ങനെ പോലീസുകാർ ചുറ്റുന്നത്? കുറച്ച് നേരം കഴിഞ്ഞ് ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ഈ വണ്ടി മുമ്പിലെത്തി. ഞങ്ങളെ വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തി. അപ്പം 3-4 പേർ ചാടി ഇറങ്ങി വന്ന് ഇങ്ങനെ ആക്രോശം, ആരാടാ നീ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു. അപ്പോൾ ആ വണ്ടിക്കകത്ത് നോക്കിയപ്പോൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ യൂണിഫോം ഒരാളിരിപ്പുണ്ട്. ബാക്കിയുള്ളവരെല്ലാം സാധാ യൂണിഫോമാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി പിടിച്ചു പറിയാണ്. അപ്പം ഞങ്ങളെ ഒന്നും പിടിച്ചു പറിക്കാനൊന്നുമില്ല, 10,000-2,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ പുതിയ കാറാണ് ഉപയോഗിക്കുന്നത്, സീലോ കാറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി കാർ അടിച്ചു മാറ്റാനാണോ ചിന്തകൾ മനസ്സിൽ പോയി. അപ്പോൾ പെട്ടെന്ന് അവർ വളഞ്ഞ് നമ്മളെ ഇടിക്കും പിടിക്കും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു വരട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ആവശ്യത്തിന് പോയിട്ട് വരികയാണ്, ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്, ഡോക്ടറാണ്, കയ്യിലൊന്നുമില്ല, വണ്ടിക്കൂലിക്കുള്ള കാശേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻസ്പെക്ടർ വിളിക്കുന്നു പറഞ്ഞ് ഇൻസ്പെക്ടർ ഞങ്ങൾ ആ വണ്ടിക്കകത്ത് കയറ്റി. അതിനിടയ്ക്ക് ഭസ്മം കൂട്ടിട്ട മാല എൻ്റെ ഉണ്ടായിരുന്നു. ഒരാൾ ഈ മാല ഇങ്ങനെ പിടിച്ച് പൊട്ടിക്കാൻ ഞാൻ ഗുരുവേന്ന് വിളിച്ചിട്ട് ഈ ഭസ്മം കൂടി ഇങ്ങനെ പിടിച്ചോളൂ ഇവിടെ. ഇയാൾ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങും. ഒരിക്കലും അത് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. അയാൾ ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ട്. എൻ്റെ പിടി ഇവിടെ ഉണ്ട്, ഭസ്മം കൂടി ഞാൻ പിടിച്ചിരിക്കുകയാണ്. എത്ര പിടിച്ചിട്ടും ആ മാല പൊട്ടുന്നില്ല. അവസാനം അയാൾ ആ ശ്രമം കളഞ്ഞു. എന്നിട്ട് എന്നെ വണ്ടിക്കകത്ത് കയറ്റി. അപ്പോൾ ആ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് യൂണിഫോം ഇരിക്കുന്ന ആൾ എന്നോട് ഇച്ചിരി മാന്യമായിട്ടൊക്കെ സംസാരിച്ചിട്ട് കാര്യങ്ങളോ ചോദിച്ചു. എന്തോ ദൈവം ഒന്നൊരാൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞാൻ പറഞ്ഞ് 2,000 രൂപ ചെല്ലുവാനും കാണും, നമുക്ക് ഡീസൽ അടിക്കണം, ആഹാരം കഴിക്കണം. 1,000 രൂപ എടുത്തിട്ട് ബാക്കി കൊടുക്കാൻ പറഞ്ഞു. 1,000 രൂപ ഞങ്ങൾ എന്നിട്ട് ബാക്കി എടുത്ത് പെട്ടിക്കകത്ത് ഞങ്ങൾ വാങ്ങിയ കുറേ സാധനങ്ങൾ അതെല്ലാം അവരെടുത്ത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയണ്ട. ഒരു പക്ഷേ വണ്ടി തട്ടിയെടുക്കാനും നമ്മുടെ റോബ് ചെയ്യാനുമായിട്ട് ശ്രമിച്ച് നമ്മൾ ഏതെങ്കിലും വിജനമായ രീതിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള പദ്ധതിയായിരുന്നു അതൊന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതും എൻ്റെ മഹാഗുരുവിൻ്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ചിന്തിച്ചപ്പോൾ എന്താ പറയുക, ഒരു സങ്കടം പോലെ മനസ്സിൽ വന്നു. കാരണം ഞാൻ അനുവാദം വാങ്ങാതെയാണ് പോയത്. അതിനുശേഷം എവിടെ ഞാൻ പോയാലും ശരി ഗുരുവിനെ അറിയിച്ച് അനുവാദം വാങ്ങി പോകാറുള്ളൂ. ആ യാത്ര മാത്രം ഞാൻ ഗുരുവിനെ അറിയിച്ചില്ല, ഗുരുവിനെ അറിയിക്കാതാണ് പോയത്, അനുവാദം വാങ്ങുകയാണ് പോയത്. അതിനുശേഷം അതൊരു പാഠമായി. മൂന്നാമത്തെ സംഭവം
ഒരു കുംഭമേള കഴിഞ്ഞിട്ട് അന്ന് രാവിലെ 5 മണി കഴിഞ്ഞിട്ടേ പോകാൻ അനുവാദമുള്ളൂ കൊല്ലത്തുള്ളവർക്കും. ഞാൻ കുംഭമേള കഴിഞ്ഞിട്ട് അവിടെ പഴയ നമ്മുടെ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ ബാക്കിലൊരു 2 മുറി കെട്ടിടമുണ്ട്, താമസിക്കുന്ന കെട്ടിടം. നമ്മുടെ രാജലു സാറും ഒക്കെ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു സൗകര്യം കിട്ടും കിടക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയാൽ കിടക്കുക. അപ്പോൾ പോകാൻ നേരത്തെ ശിശുബോ ജെന്നി നമ്മുടെ അടുക്കളയുടെ മേളത്തെ ടെറസ് ഇരിപ്പുണ്ട്, കസേരയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ വിളിച്ചു, എവിടെ ഉറങ്ങും? ഞാൻ പറഞ്ഞ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് കായംകുളം മനോജ് അടുത്ത് നിൽപ്പുണ്ട്. മനോജൻ വിളിച്ചിട്ട് പറഞ്ഞു, മനോജ് ഡോക്ടറിൻ്റെ കൂടെ പോയിട്ട് അവിടെ റൂമിനകത്ത് കയറ്റി ആക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാറിലാണ് പോകുന്നത്, ഡ്രൈവർ കൂടെ ഉണ്ട്, പിന്നെ എന്താ ഗുരു ഇങ്ങനെ പറഞ്ഞത്? ഗുരുവാക്കല്ലേ, അനുസരിച്ച്. മനോജും എൻ്റെ കാറിൽ തന്നെ കൂടെ വന്നു. ഗുരു പറഞ്ഞതുപോലെ അകത്ത് വന്ന് മുറിയിൽ എൻ്റെ ബെഡിനടുത്ത് എന്നെ ആക്കിയിട്ട് മനോജ് തിരിച്ചു പോയി. ശരി, ഞാൻ കിടക്കാപ്പോൾ ഞാൻ വെച്ചെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം, മൂത്രശങ്കം ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ തൊട്ടടുത്തൊരു 4 അടി അപ്പുറത്ത് ബാക്കിലോട്ട് മാറി പ്രത്യേകം ടോയ്ലറ്റുണ്ട്. ഞാൻ അവിടെ പോയി തിരിച്ചിറങ്ങിയപ്പോൾ ആ ബിൽഡിങ്ങും ഈ ടോയ്ലറ്റുമായിട്ട് 4 അടിയോ ഡിസ്റ്റൻസ് ഉണ്ട്, ചാടാവുന്ന ദൂരേ ഉള്ളൂ. അപ്പോൾ ഒരു വടം പോലൊരു സാധനം ഇങ്ങനെ കിടക്കുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഇല്ല, നോക്കിയപ്പോൾ എന്തോ പാമ്പാണ്, ഇത്ര വണ്ണമുള്ള ഒരു പാമ്പാണ്, മുറുക്കൻ പാമ്പാണ്. അപ്പോൾ ആ കുടിയിലുള്ള എന്തോ വേസ്റ്റ് അദ്ദേഹം ഭക്ഷിക്കണം, അദ്ദേഹം എന്നെ കണ്ടില്ല. ആ പാമ്പിനെ ഞാൻ ആദ്യം കണ്ടു എന്നുള്ളതാണ് വിജയം. പാമ്പാന്ന് മനസ്സിലാക്കിയപ്പോൾ ഓടാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ടോയ്ലറ്റ് പിന്നെ കണ്ടില്ല, ഈ 4 അടി സ്ഥലമേ ഉള്ളൂ, എങ്ങോട്ട് ഓടാൻ സ്ഥലമില്ല. ഞാൻ ചാടി മുറിയിലോട്ടം കയറി. ഈ ശബ്ദം കേട്ട് ഈ മുറുക്കൻ തിരിഞ്ഞ് പത്തിയോടെ കുത്തി. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ കാല് ആ മുറിക്കകത്തായി. ഞാൻ 4 പാളിയുള്ള ഡോറാണ്, ആ ഡോറങ്ങ് അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാമ്പിൻ്റെ കടി അല്ലെങ്കിൽ പാമ്പിൻ്റെ കൊത്ത് വന്ന് കൊണ്ടത് ഈ കഥകിലാണ്. സ്പ്ലിറ്റ് സെക്കൻഡാണ്. എൻ്റെ കാലിൽ കൊണ്ട് കൊള്ളേണ്ട കൊത്താണ് ഈ കഥകിൻ്റെ പാളി കൊത്തി. എന്നിട്ട് ആ വാശി തീരാഞ്ഞിട്ട് ഈ പാമ്പ് പല പ്രാവശ്യം ആ കഥകിൽ തന്നെ ചീറ്റിക്കൊണ്ട് കുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്കത് കാണാം. ഞാൻ അപ്പോഴത്തേക്ക് അവിടെയുള്ള മറ്റവരൊക്കെ ഓടുന്നു. എല്ലാവരും പിന്നെ ഓടി വന്ന് പാമ്പിനെ ഓടിച്ച് എന്നെ അകത്താക്കി. മനസ്സിലായില്ലേ? അത് ഓർക്കാൻ എനിക്ക് ഇപ്പോഴും നെഞ്ചെടുപ്പാണ്. കാരണം ആ ഗുരുവിൻ്റെ കരുതൽ നോക്കിക്കൊള്ളൂ. ഇവിടുന്ന് പോയപ്പോഴേ ഗുരു മനസ്സിലാക്കി ഒരു അപകടം എന്നെ കാത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? സ്വാമി പറയുന്നതുപോലെ ആ അപകടം തരണം ചെയ്യാനുള്ളതാണ്, അത് അവോയ്ഡ് ചെയ്യാനുള്ളതല്ല. അങ്ങനെ ആ ജീവൻ്റെ ഒരു ഘട്ടം കൂടി കടത്തിവിട്ടു എന്നെ. 4-മത്തെ എല്ലാവർക്കും അറിയാം വയനാട് സംഭവം. ശാരീരിക പീഡനം നടക്കുമ്പോൾ സിനിമയിൽ കാണുന്ന പോലാണ്. ഇടി നടക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് വേദന എടുക്കുന്നില്ല. കസേര എടുത്ത് അടിച്ചപ്പോൾ ഇവിടെ പൊട്ടി, ഞാൻ കൈ കൊണ്ട് തട്ടിയായിരുന്നു, ഇവിടെ പൊട്ടി, അപ്പോഴും എനിക്ക് വേദന എടുത്തില്ല. ഒരു കവചം എന്നെ കവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഓരോ അടിയും ഈ കവചത്തിൻ്റെ മേളമാണ്. എൻ്റെ ശരീരത്തിൽ എനിക്ക് കേൾക്കുന്ന ഒരു പ്രയോജനം എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. തലച്ചോറ് മരവച്ചതുകൊണ്ടല്ല, എനിക്ക് ഓർമ്മയുണ്ട്, ചുറ്റുപാട് നടക്കുന്ന എനിക്കറിയാം. പക്ഷേ ഒരു കവചത്തിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതും കഴിഞ്ഞിട്ട് അവരെന്നെ പിടിച്ച് തൊട്ടടുത്തൊരു കായലുണ്ട്, കായലിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് നിന്നെ ഇപ്പോൾ തള്ളിയിടാൻ പോകണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എന്തോ ഏറ്റവും ഡേർട്ടിയസ്റ്റ് വാട്ടർ, തൊണ്ട് കുതുക്കുന്ന വെള്ളമാണ്. വാട കാരണം നിൽക്കാൻ വയ്യ. ഞാൻ ദൈവമേ, ഈ ചീത്ത വെള്ളത്തിൽ വീഴണോ? ഞാൻ ചീത്ത വെള്ളത്തിൽ കൊണ്ട് മരിക്കാനാണോ എൻ്റെ വിധി എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെന്നെ പ്ലാൻ ചെയ്തത് ആശ്രമത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കാൻ ഉദ്ദേശമാണ്. പക്ഷേ ആ സമയത്ത് പോലീസ് വന്നു, ആ ശ്രമമൊന്നും നടന്നില്ല. അപ്പോൾ അത് 4-മത്തെ ഗുരുവിൻ്റെ കരുതലാണ്, എൻ്റെ മരണത്തിൽ നിന്നും രക്ഷിച്ച ഇത്. മനസ്സിലായില്ലേ? പിന്നെ 5-മത്തെ സംഭവം റീസെൻ്റാണ്. 2 വർഷം ഞാൻ ആ ഗുരുനിർദ്ദേശം അനുസരിച്ച് നടുവേദന വന്നു. 3 മാസത്തെ ചികിത്സ എടുത്ത് വീട്ടിൽ റെസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ അസുഖമൊക്കെ കുറഞ്ഞു, വേദനയൊന്നുമില്ല, നടക്കുകയൊക്കെ ചെയ്യാവുന്ന അവസ്ഥയിൽ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മുമ്പിൽ വന്ന് സോഫയിലിരുന്നപ്പോൾ എനിക്ക് ശ്വാസം മുട്ട് തോന്നി. ഇരിക്കുന്ന ശ്വാസം മുട്ട് വരാറുള്ള ആളല്ല. അപ്പോൾ ഞാൻ നോക്കി ശ്രദ്ധിച്ചപ്പോൾ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടില്ല. എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഉടൻ പടപടപട ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നം ഗുരുതരമാണ്. അപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് കാലിൽ കുറച്ച് നീര് പോലെ വന്നായിരുന്നു. നീര് പോലെ വന്നിട്ട് ഞാൻ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് ഞാൻ പറഞ്ഞു നീരുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് ഇതൊന്നും സാരമല്ലേ, ഇത് വെറും മരുന്നിൻ്റെ ആണ്, ഒരു കാര്യമില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഇത് ശ്വാസം മുട്ട് വന്നപ്പോൾ എനിക്ക് വലിയ റെഡ് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ നോക്കിയപ്പോൾ വീട്ടിൽ ഡ്രൈവറുണ്ട്, കാറുണ്ട്, മോള് കൂടെയുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ആ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ പറഞ്ഞ് ലുക്ക്, എനിക്ക് പ്രോബ്ലം ഉണ്ട്. എൻ്റെ നെഞ്ചിൽ ഈ ലങ്സിലേക്ക് പോകുന്ന ഒരു ആർട്ടറി ബ്ലോക്ക് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാലിലെ ഞരമ്പിൽ രക്തം കട്ട പിടിച്ചിട്ട് ആ കട്ട പിടിച്ചതുകൊണ്ടാണ് നീര് വന്നത്. ആ കട്ട അവിടെ നിന്ന് പൊട്ടിയിട്ട് വെയിൻ വഴി മേളി വന്ന് ഹാർട്ട് വഴി വന്ന് റൈറ്റ് ലങ്ങിൽ ഒരു മെയിൻ ആർട്ടറി അടച്ചിരിക്കുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ അവരെല്ലാം നോക്കി, ഡോക്ടർ ഒരു ലക്ഷണവും കാണുന്നില്ല, ഒരു കുഴപ്പവും കാണുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാതെ, എനിക്ക് ആ
ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതിനു മുമ്പ് ഇല്ലായിരുന്നു ശ്വാസം മുട്ട്, എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാരണമുണ്ട്. അവർ അവസാനം ഈ പൾമണറി ആർട്ടറി എന്ന് പറയുക, ആ ആർട്ടറിയുടെ സ്കാനല്ല ആൻജിയോഗ്രാം ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ആർട്ടറി ഈ റൈറ്റ് ലങ് പ്രവർത്തിക്കുന്നേ ഇല്ല. റൈറ്റ് ലങ്ങിലേക്ക് പോകുന്ന രക്തക്കൊള്ളൽ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ലെഫ്റ്റ് ലങ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചുമ്മാതിരിക്കുമ്പോൾ ആ ലങ്ങിൽ ഓക്സിജനേഷൻ മാത്രം മതി. പക്ഷേ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ആ ഓക്സിജൻ മതിയാവുന്നില്ല. അതുകൊണ്ടാണ് ശ്വാസം മുട്ട് വന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ എൻ്റെ മോള് മാത്രമേ അടുത്തു, ആരും കൂടെ ഇല്ല, മോള് മാത്രമേ ഉള്ളൂ. മോൾ ആപ്പടെ ഫ്രണ്ടിക്കായി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അവിടെ ഗുരുവിനെ വിവരം അറിയിച്ചു. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് മരുന്ന് കൊടുത്താൽ അത് കാര്യമായിട്ട് ഏക്കത്തില്ല, കാരണം കംപ്ലീറ്റ് ബ്ലോക്കാണല്ലോ. അത് എടുക്കുക, ആ ബ്ലോക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിന് നമ്മൾ ആൻജിയോഗ്രാം പോലെ കാലിലെ വെയിനിൽ കൂടെ കത്തീറ്റർ ഹാർട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ലങ്സിൽ കൊണ്ടുവന്ന് ഇത് സക്ക് ഔട്ട് ചെയ്യണം. ഈ കട്ട പിടിച്ചിരിക്കുന്ന ക്ലോട്ടിനെ റിമൂവ് ചെയ്യണം. ഒരു എക്സ്പെൻസീവും റിസ്കി പ്രൊസീജിയറുമാണ്. ഇപ്പോൾ ഞാൻ പോയ ഹോസ്പിറ്റലിൽ സൗകര്യമുണ്ട്, ചെയ്യാമെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നു. പക്ഷേ നമുക്ക് എന്താണ് അതിൻ്റെ വരും വരായികളെന്ന് അറിഞ്ഞൂടാ, കാരണം പുതിയ ടെക്നിക്കാണ്, പുതിയ ഓപ്പറേഷൻസാണ്. അപ്പോൾ ഇവിടെ ഗുരുവിനെ അറിയിപ്പിച്ചു. ഗുരു പറഞ്ഞു പേടിക്കണ്ട, വേറെ എങ്ങും പോകണ്ട, അവിടെ തന്നെ ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞു. പേടിക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ചെയ്യുന്നു. ഒരു പ്രശ്നവും ഇല്ലാതെ, ഉറുമ്പ് കടിയുടെ വേദന പോലും ഇല്ലാതെ തന്നെ അവർക്ക് ആ ക്ലോട്ടിൻ്റെ ഏതാണ്ട് 85% റിമൂവ് ചെയ്യാൻ സാധിച്ചു. ബാക്കി 15% ഒരാഴ്ചത്തെ ഇഞ്ചക്ഷൻ കൊണ്ടും മാറി. പിന്നുള്ള ഫോളോ അപ്പിലെല്ലാം ഒരു പ്രോബ്ലം ഇല്ലാതെ ആർട്ട് കംപ്ലീറ്റ്ലി ഓപ്പണാണ്, കംപ്ലീറ്റ്ലി പേറ്റൻ്റാണ്. ഇനി ഈ 5 അവസരങ്ങളാണ് മരണത്തെ മുഖാമുഖം കണ്ട അവസരങ്ങൾ. ഈ 5 അവസരങ്ങളിലും ഗുരുവിനെ ആ സ്റ്റേജ് കടത്തി വിട്ടു എന്നുള്ളതാണ്. ഇതിനപ്പുറം ഗുരുവിൻ്റെ കാര്യത്തിൽ എന്താണെന്നോ, സ്നേഹം എന്താണെന്നോ, ത്യാഗം എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് തന്നെയാണ് ഗുരുവിൻ്റെ കാരുണ്യം, ഇത് തന്നെയാണ് ഗുരുവിൻ്റെ സ്നേഹം. ഒരു ജീവന് വേണ്ടി സ്വന്തം ജീവൻ്റെ തപശക്തി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ത്യാഗം. എല്ലാവർക്കും എല്ലാവരും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവിശാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇപ്പോൾ ചൊല്ലിയ ബ്രഹ്മചാരിണി കൃപായസ്, കുമാരി വത്സ, കുമാരി വന്ദിത വിനയൻ ഇവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഗുരുവാണി വായിച്ച ശ്രീസുധി RM ശാന്തിഗിരി ആശ്രമം ശാന്തിമഹിമ. സ്വാഗതം ശ്രീമതി വിജയകുമാരി P, അസിസ്റ്റൻറ്റ് ജനറൽ കൺവീനർ ശാന്തിഗിരി വിശ്വസംസ്കൃതി കലാരംഗം ഗവേണിംഗ് കമ്മിറ്റി. ഇവർക്കെല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തിയ സമാദരണീയ സ്വാമി ഗുരുനന്ദ ജ്ഞാനതപസി, ഹെഡ് കോർഡിനേഷൻ സെൻട്രലി സെലിബ്രേഷൻസ്, അനുഭവം പറഞ്ഞ ശ്യാം പ്രസാദ് സർ KN, പെട്രോൾ ഹെൽത്ത് കെയർ അഡ്വൈസറി കമ്മിറ്റി ശാന്തിഗിരി ആശ്രമം. ഇവർക്കെല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആത്മബന്ധുക്കളെ, എല്ലാ ആത്മബന്ധുക്കൾക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആത്മബന്ധുക്കൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു.